വാസുദേവൻ നായരുടെ ഓർമ്മകൾ നിറഞ്ഞ ഈ സായന്തനത്തിൽ അദ്ദേഹത്തിൻ്റെ ബഹുമുഖമായിട്ടുള്ള സർഗപഥത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായ പത്രാധിപർ എന്ന സ്ഥാനത്തെ പറ്റിയുള്ള അദ്ദേഹം സാഹിത്യത്തിലും സംസ്കാരത്തിലും നിർവഹിച്ച വലിയ ചുമതലകൾ കടപ്പാടോടുകൂടി സ്മരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇനി തുടർന്നു വരുന്നത്. മാതൃഭൂമി എന്ന മഹിതമായ സ്ഥാപനത്തിൽ അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാൻ അവസരം കിട്ടിയ 3 പേരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരാൾ നമ്മുടെ മുതിർന്ന കവികളിൽ ഒരാളായിട്ടുള്ള ശ്രീ KV രാമകൃഷ്ണൻ. പാഠപുസ്തകങ്ങളിൽ പോലും കവിതകൾ പഠിച്ച് അദ്ദേഹത്തെ നമുക്ക് അറിയാം. MT ആഴ്ചപ്പതിപ്പിൻ്റെയും പീരിയോഡിക്കൽസിൻ്റെയും പത്രാധിപരായിരുന്ന വേളയിൽ ആഴ്ചപ്പതിപ്പിലെ കവിതകൾ സെലക്ട് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും അതിൻ്റെ ചുമതലകൾ വഹിക്കുകയും ചെയ്ത ശ്രീ KV രാമകൃഷ്ണൻ മാഷാണ്. ശ്രീകുമാർ കുറേ കാലം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ MT വാസുദേവൻ സാറുടെ ഒരു ദ്വാരപാലകൻ എന്ന കണക്ക് വാതിൽക്കൽ തന്നെ കസേരയിട്ട് അദ്ദേഹം ഏറ്റവും അധികം ആത്മബന്ധം പുലർത്തിയിരുന്ന പത്രപ്രവർത്തകനാണ്. അദ്ദേഹവും കവിത എഡിറ്റ് ചെയ്ത കവിതകളുടെ വിഭാഗം നോക്കിയിരുന്ന MTയുടെ സഹായികളിൽ പ്രധാനിയാണ്. KC നാരായണൻ മലയാളത്തിലെ പ്രധാന പത്രാധിപന്മാരിൽ ഒരാളാണ്. അദ്ദേഹം MTയുടെ കീഴിൽ നേരിട്ട് ജോലി ചെയ്തിട്ടില്ലെങ്കിലും ആദ്യം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലും അതിനു മുമ്പ് മാതൃഭൂമി വാരാന്തപ്പതിപ്പിലും പിൽക്കാലത്ത് മനോരമയുടെ ഭാഷാഭൂഷണിയിലും എല്ലാം പത്രാധിപരായിരുന്ന ആളാണ്. ഈ 3 പേരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരു മുതിർന്ന കവിയുടെ, ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ്റെ, ഒരു മുതിർന്ന പത്രാധിപരുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള MT അനുഭവങ്ങൾ നമുക്ക് ഈ സന്ധ്യയിൽ ശ്രവിക്കാം എന്ന് കരുതുന്നു. ആദ്യം ശ്രീ KC നാരായണനോടാണ്. അദ്ദേഹം നേരിട്ട് ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായി 4 വർഷം ജോലി ചെയ്ത ആളാണെങ്കിലും നേരിട്ട് MT വാസുദേവൻ്റെ കീഴിൽ ആഴ്ചപ്പതിപ്പിൻ്റെ സഹപത്രാധിപരായി ഇരുന്നിട്ടില്ല. എന്നാൽ അദ്ദേഹം വാരാന്തപ്പതിപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന കാലത്ത് നിങ്ങൾക്കറിയാം, ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള വാരാന്തപ്പതിപ്പ് സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ് KC നാരായണൻ. അദ്ദേഹം ആ സമയത്ത് സാങ്കേതികമായിട്ട് MT ആയിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖ്യ പത്രാധിപർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യവും ഉത്തരവും ഓർമ്മയും KCയിൽ നിന്ന് തന്നെ തുടങ്ങാം. KC എങ്ങനെയാണ് അദ്ദേഹത്തിലെ വലിയ പത്രാധിപരെ ഓർക്കുന്നത്, അദ്ദേഹത്തോടൊപ്പമുള്ള അസോസിയേഷൻ ഓർക്കുന്നത്? നമസ്കാരം. MT വാസുദേവൻ നായർ എഴുതിയിട്ടുണ്ട്, ആളുകൾ, അപരിചിതരായ ആളുകൾ നിങ്ങൾക്ക് എന്താ ജോലി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും പത്രപ്രവർത്തകനാണ് ഞാൻ. അങ്ങനെ പറയാറുള്ളൂ. അല്ലാണ്ട് ഞാൻ എഴുത്തുകാരനാണെന്നോ ഞാൻ സിനിമക്കാരനാണെന്നോ ഞാൻ തിരക്കഥ എഴുതുന്ന ആളാണെന്നോ ഒന്നും പറയില്ല. ഞാൻ പത്രപ്രവർത്തകനാണ് എന്നേ പറയുള്ളൂ. അദ്ദേഹത്തിൻ്റെ കടുകണ്ണാവ എന്ന കഥയിൽ വേണു എന്നൊരു പത്രപ്രവർത്തകൻ ഏറെക്കുറെ MTയുടെ അതേ ഛായയിലുള്ള ഒരാളാണ്. ദിനപത്രത്തിൽ പത്രപ്രവർത്തനാണ് അയാൾ. MT വാസുദേവൻ നായർ ദിനപത്രത്തിൽ ജോലി ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും അങ്ങനെ ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അന്ന് ദിനപത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ വ്യവസായ കാർഷിക സപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് വലിയൊരു സപ്ലിമെൻ്റ് എല്ലാ കൊല്ലവും മാതൃഭൂമി 100 പേജുണ്ട്, 125 പേജുണ്ട്. അത്രയും വലിയ ഒരു വ്യവസായ വാർഷിക സപ്ലിമെൻ്റ്, അത് ഈ പഞ്ചവത്സര പദ്ധതി അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അന്ന് MT ഒരു സീനിയർ എഡിറ്റർ ആയിരിക്കും അതിൻ്റെ ചുമതല. കയ്യാളായിട്ട് എന്നെ പോലുള്ള ജൂനിയേഴ്സും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു 1-2 കൊല്ലം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാനും പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമ്പ്രദായം എങ്ങനെയാ വെച്ചാൽ ഓഫീസിലേക്ക് വരാൻ പറയും, ഞാൻ അവിടെ ചെല്ലും. അപ്പോൾ പൊതുവിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ഒരു പ്രവണ പറഞ്ഞത്, നമ്മൾ ഈ പദ്ധതികളുടെ വർണ്ണന, അതിൻ്റെ കണക്ക്, ഇങ്ങനെ കഥ ഗവൺമെൻറ് തരുന്ന ഈ വിവരങ്ങൾ കൊടുക്കുകയല്ല നമുക്ക് വേണ്ടത്. ഈ സംഗതികളൊക്കെ റിസീവിങ് എൻഡിൽ, അതായത് ജനങ്ങളിൽ എങ്ങനെ എത്തിച്ചേരുന്നു, അവരെങ്ങനെ അതിനെ സ്വീകരിക്കുന്നു, അവർക്കിതുകൊണ്ട് വല്ല ഗുണമുണ്ടായോ, ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. റിസീവിങ് എൻഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എനിക്ക് പത്രപ്രവർത്തന ജീവിതത്തിൽ
കിട്ടിയ ഏറ്റവും വലിയ പാഠങ്ങളിലൊന്നിതാണ് റിസീവിങ് എൻഡിൽ നിന്ന് തുടങ്ങുക. അത് ഞാൻ പിന്നീട് പഠിച്ചു. ഇൻ്റർനാഷണൽ സയൻസ് റൈറ്റിംഗ് സെമിനാർ എന്ന പേരിൽ 1 മാസം നീണ്ടു നിന്ന ഒരു ഇൻഡോ കനേഡിയൻ പ്രോജക്റ്റിൽ ഞാൻ ആ ശില്പശാലയിൽ പങ്കെടുത്തപ്പോൾ അവിടെ അനിൽ അഗർവാൾ, അദ്ദേഹം ഡൗൺ ടു എർത്ത് എന്നുള്ള പ്രസിദ്ധീകരണത്തിൻ്റെയൊക്കെ പത്രാധിപരാണ്, വലിയ മികച്ച ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഇതാണ് പറഞ്ഞത്: നിങ്ങൾ ഈ സയൻറ്റിഫിക് പ്ലാന്റിൻ്റെയും ഒന്നും വിവരണവും കഥയും പറയല്ല വേണ്ടത്. ഇതുകൊണ്ട് അത് അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ദുരിത ആശ്വാസവും എന്ത് അത് കണ്ടെത്തി അവരെ ഡിസിഷൻ എടുക്കാൻ പ്രാപ്തരാക്കുക. അതാണ് ഡെമോക്രസിയിൽ പത്രപ്രവർത്തനത്തിൻ്റെ യഥാർത്ഥമായ ജോലി. നോക്കൂ, MT അവിടെ തുടങ്ങി. MT പിന്നെയും പോയി. എന്ത്? പെരിങ്ങോം ആണവ സമരം. പെരിങ്ങോത്ത് ആണവ യൂണിറ്റ് ഉണ്ടായി. ആ ആണവ യൂണിറ്റിനെ വർണ്ണിച്ചുകൊണ്ട് കഥ എഴുതുന്നവരിവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഭയങ്കരമായിട്ട് വരും, ഇതേ ഉള്ളൂ ഒരു മാർഗം. പക്ഷേ MT എന്ത് ചെയ്തു? റിസീവിങ് എൻഡിൽ നിന്ന് തുടങ്ങി. ആളുകൾക്ക് അത് ദുരിതമുണ്ടാക്കും എന്ന് കണ്ട് അവിടുന്ന് തുടങ്ങി. അപ്പോൾ എന്തും ഈ റിസീവിങ് എൻഡ്, ജനപക്ഷം എന്ന് പറയുന്നൊരു പക്ഷമുണ്ട്. അവിടെ നിന്നാണ് പത്രപ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഇത് കേരളയിലായാലും സിൽവർ ലൈനായാലും പെരിങ്ങോമായാലും മുത്തങ്ങയായാലും എന്തായാലും ഈ റിസീവിങ് എൻഡിൽ നിന്ന് നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നുള്ള വളരെ അടിസ്ഥാനപരമായ ജേർണലിസത്തിൻ്റെ മാത്രമല്ല സാമൂഹ്യ നീതിയും ജേർണലിസം അവിടെ ഒന്ന് തന്നെയാണ്. അങ്ങനൊരു സ്റ്റാൻഡ് പോയിൻ്റ് എന്നെപ്പോലുള്ള തുടക്കക്കാർക്ക് ആദ്യം ആ ചിന്ത ആർക്കൊന്നും ഉണ്ടായിട്ടില്ല. ആ ചിന്തയുടെ വിത്ത് എന്നിൽ ഉണ്ടാക്കിയതും അങ്ങനെ ആലോചിക്കാൻ എന്നെപ്പോലുള്ള ഒരുപാട് ആളെ പ്രാപ്തരാക്കിയതും MTയുടെ ഈ ഒരു വാക്കായിരുന്നു, ഈ ഒരു വഴികാട്ടലായിരുന്നു എന്ന് പത്രപ്രവർത്തന ജീവിതത്തിൽ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം സ്മരിക്കുന്ന ഒരു സത്യമാണ്. MTയുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ ഊന്നിയിട്ടുള്ള പത്രപ്രവർത്തനത്തിൻ്റെ ചില സിദ്ധാന്തങ്ങൾ, അടിസ്ഥാന പ്രമാണങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. MT വാസുദേവൻ നായർ കഥ എഴുതുന്നതിന് മുമ്പ് കവിതകളാണ് എഴുതിയിരുന്നത് പലർക്കും അറിയാത്ത കാര്യമാണ്. തെക്കേപ്പാട്ട് വാസുദേവൻ എന്ന പേരിൽ അദ്ദേഹം കവിതകൾ അയച്ചിരുന്നു. ജയകേരളത്തിൽ അത് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ടെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖത്തിൽ വായിച്ചു ഓർക്കുന്നു. MTയുടെ അടുത്ത് മലയാളത്തിലെ ഏറ്റവും ഗംഭീരനായ ഒരു നോവലിസ്റ്റും കഥാകൃത്തിനോടും ഒപ്പം ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അടുത്തിരുന്ന് പ്രവർത്തിച്ച ആളാണ് അങ്ങ്. കവി എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കവിത തിരുത്തുവാൻ പോലും കെൽപ്പുള്ള ആളായിരുന്നു MT എങ്കിലും കവിത തിരുത്തുവാൻ അദ്ദേഹം ഇപ്പോൾ അക്കിത്തം, ഉറപ്പുമണ്ണം തുടങ്ങിയ ഏറ്റവും വലിയ മുതിർന്ന എഴുത്തുകാരെ കൈകാര്യം ചെയ്യുന്ന ആളാണ് MT വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ ആ കാലത്ത് സാറ് അവിടെ ഇരുന്ന് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു അതിൻ്റെ രീതി? കവിതയിൽ എങ്ങനെയായിരുന്നു MTയുടെ ഇടപെടലുകൾ? അല്ലെങ്കിൽ താങ്കളുടെ കവിതാ വിഭാഗത്തിൽ താങ്കൾ കൈകാര്യകർത്താവായിരിക്കുമ്പോൾ അതുമായിട്ടുള്ള MTയുടെ സമരസപ്പെടൽ എങ്ങനെയായിരുന്നു? MT ആഴ്ചപ്പതിപ്പിൽ മാതൃഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ രണ്ടാമൂഴം ആരംഭിക്കുന്നത് 1989 ജൂലൈയിലാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂലൈ 1-ാം തീയതി ശനിയാഴ്ച. ഞാൻ മാതൃഭൂമിയിൽ എൻ്റെ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോകുന്ന ഞാൻ മാതൃഭൂമിയിൽ എത്തുന്നത് 88 ഓഗസ്റ്റിലാണ്. MT കവിതയുടെ രംഗത്ത് സുഭാഷ് സൂചിപ്പിച്ചതുപോലെ കവിത എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, എനിക്ക് കവിത എഴുതാനാണ് മോഹം. എനിക്ക് കവികളോടൊക്കെ എനിക്ക് അസൂയയാണ്, വളരെ വിശുദ്ധമായ അസൂയ.
കാരണം എനിക്ക് അങ്ങനെ കവിത എഴുതാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ തുടരുന്നില്ല, കവിതയിൽ തുടർന്നില്ല എന്നൊക്കെ MT സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ MT ഒരിക്കലും ഈ മറ്റൊരാളെ ഏൽപ്പിച്ച ജോലിയിൽ MT ഒരിക്കലും ഇടപെടുകയില്ല. MT വന്ന ആ ആഴ്ചയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ശനിയാഴ്ചയാണ് വന്നത് അദ്ദേഹം. സാധാരണ എൻ്റെ ശീലം ഇപ്പോഴും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, സുഭാഷ് അനുവർത്തിക്കുന്ന രീതി എന്താണ്, അല്ലെങ്കിൽ ശീലം എന്താണ്, ചിട്ട എന്താണ്, ടൈം ടേബിൾ എന്താണ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനന്ന് ചെയ്തിരുന്നത് ബുധനാഴ്ച പ്രസ്സിലേക്ക് സാധനങ്ങൾ ആ ഒരു ലക്കത്തിലേക്കുള്ള മാറ്റർ അയക്കുന്നു. MT വന്ന് ആ തിങ്കളാഴ്ച കാലത്ത് മേശപ്പുറത്ത് നിന്ന് ഫോൺ എടുത്തിട്ട് MT രാമകൃഷ്ണൻ ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ എൻ്റെ റൂമിൽ ചെല്ലുന്നു. രാമകൃഷ്ണൻ ഒരു കാര്യം ചെയ്യാമോ? എന്താ വേണ്ടേ പറഞ്ഞോളൂ. ഈ ബുധനാഴ്ചയല്ലേ മറ്റേ മാറ്റർ പ്രസ്സിലയക്കാറ്, അയക്കുന്ന മുമ്പ് എന്നെ ഒന്ന് കാണിക്കൂ. ഒരു വിഷമമില്ലല്ലോ, ഞാനത് ഏതാണ്ട് പണി കഴിഞ്ഞിരിക്കുന്നു, ബുധനാഴ്ച നാളെയും മറ്റന്നാളും കൂടി ആകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ചെയ്യുക, ഞാൻ പ്രസ്സിൽ ഏൽപ്പിക്കുന്നതിന് മുമ്പ് MT കൊണ്ടുവന്ന് കാണിക്കാം. ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. MT അതെടുത്തൊന്നും ഇങ്ങനെ മറിച്ചു നോക്കി, ശരി കൊടുത്തയച്ചോളൂ, ഒരു വിഷമം ഒരു ഒന്നുമില്ല, കൊടുത്തയച്ചോളൂ. ഞാൻ പ്രസ്സിലേക്ക് അയക്കുകയും ചെയ്തു. അതിന് ശേഷം 1996 ഓഗസ്റ്റിൽ ഞാൻ മാതൃഭൂമി വിടുന്നത് വരെ MT ഒരിക്കലും തന്നെ കാണിച്ചിട്ടേ മാറ്റർ പ്രസ്സിൽ അയക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. എനിക്കതിനു മുമ്പേ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയൊരു ഒരു അംഗീകാരം ആ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് ഇതിലും വലിയൊരു അംഗീകാരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അന്നും പ്രതീക്ഷിച്ചിട്ടില്ല. മറ്റൊരു കാര്യമുള്ളത്, MTക്ക് കവിതയെക്കുറിച്ച് വളരെ പരിനിഷ്ഠിതമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന, അഭിപ്രായം ഉണ്ടായിരുന്നു. ഒരു തവണ ഇതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു തവണ രാമകൃഷ്ണൻ ഒന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ഞാൻ ചെന്ന സമയത്ത് അന്ന് വന്നിട്ടുള്ള കത്തുകളുടെ MTയുടെ മേശപ്പുറത്ത് വന്നിട്ടുള്ള കത്തുകളിൽ നിന്ന് ഒരു കവറ് തുറന്നു വെച്ചിരുന്നു. അത് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എൻ്റെ കയ്യിൽ തന്ന് പറഞ്ഞു, വായിച്ചോളൂ. ഒരു വലിയ ഫുൾ ഫുൾ പേജിലുള്ള കത്തുണ്ട്, ഒരു കവിതയുണ്ട്, അതിനോട് അറ്റാച്ച് ചെയ്തുള്ളൊരു കവിതയുണ്ട്. ആരുടെ എന്നുള്ള അപ്രസക്തമാണ്. കവിത ഞാനിങ്ങനെ ഒന്ന് മറിച്ചു നോക്കി. കത്തൊന്നും വായിച്ചോളൂ ആദ്യം എന്ന് പറഞ്ഞു. കത്ത് ഞാൻ മുഴുവൻ വായിച്ചു. സന്തോഷം. കത്തിലെ കണ്ടൻറ്റ് എന്തായിരുന്നു അറിയാമോ? ഇത് രാമകൃഷ്ണൻ്റെ കയ്യിൽ കിട്ടിയാൽ പ്രസിദ്ധം ചെയ്യില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് അയക്കുന്നത്. അങ്ങ് ഈ കവിത ഒന്ന് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ MTയോടുള്ള ഒരുപാട് അപേക്ഷകളും. ഞാനത് വായിച്ചപ്പോൾ ഒന്നിങ്ങനെ ചിരിച്ചു. നോക്കിക്കോളൂ. ശരി, ഞാൻ കവിത ഇത് കയ്യിൽ വാങ്ങി ഞാൻ തിരിഞ്ഞ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടപ്പോൾ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പുറപ്പെട്ടപ്പോൾ MT രാമകൃഷ്ണൻ, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ MTയുടെ ഇടത്തെ ചുണ്ടിങ്ങനെ പിറകിലേക്ക് വലിഞ്ഞിരുന്നു. MT അത്തരം സന്ദർഭങ്ങളിൽ പരമാവധി ചിരിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ?
രാമകൃഷ്ണന് ഈ മാതിരിയുള്ള കവിതകളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നാളെ കാലത്ത് ഞാൻ വരുമ്പോൾ ഒരു 45 കൊണ്ടുതരാം. മറ്റൊന്നും പറഞ്ഞില്ല. ഈ മാതിരിയുള്ള കവിതകളാണ് വേണ്ടത് എങ്കിൽ ഞാനൊരു 45 കൊണ്ടുതരാം. ഞാനും ചിരിച്ചു. എം ടിയും നേരത്തെ ഈ ചുണ്ട് ഇടതോട്ട് വലിഞ്ഞിരുന്നതിനേക്കാൾ കൂടുതൽ വലിഞ്ഞുകൊണ്ട് എം ടിയും ഭംഗിയായിട്ട് ചിരിച്ചു. ഞാൻ എൻ്റെ റൂമിലേക്ക് പോവുകയും കവിത വായിച്ചു നോക്കുകയും അടുത്തുണ്ടായിരുന്ന കോട്ടയിലിടുകയും ചെയ്തു. ശ്രീകുമാർ ഒരുപക്ഷെ എം ടിയുടെ ജീവിതവുമായിട്ട് കൂടി കൂടുതൽ ഇടപെട്ടിട്ടുള്ള ആളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആധികാരികമായ ജീവചരിത്ര രചനയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അങ്ങ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. മാതൃഭൂമി ആയിരിക്കും അത് പ്രസിദ്ധീകരിക്കുന്നതെന്നും കരുതുന്നു. എം ടിയുടെ കീഴിൽ കവിതകൾ മാത്രമല്ല, ലേഖനങ്ങൾ എം ടി പത്രാധിപരായിരിക്കുന്ന കാലത്തെ ഒരു ഭൂരിഭാഗം സമയവും അദ്ദേഹത്തോടൊപ്പം ചെലവഴിച്ച, ഒരുപക്ഷെ എം ടിയുമായിട്ട് ഏറ്റവും അധികം സംസാരിച്ച മാതൃഭൂമിയിലെ പത്രപ്രവർത്തകൻ താങ്കളായിരിക്കുമെന്ന് കരുതുന്നു. ശ്രീകുമാറിൻ്റെ അനുഭവത്തിലെ എം ടി എങ്ങനെയായിരുന്നു? വ്യക്തി എന്ന നിലയ്ക്ക്, മുതിർന്ന ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അനുകരിക്കാവുന്ന ഒരു പത്രാധിപർ എന്ന നിലയ്ക്ക്? ഒരു മനോവിഷമത്തോടെയാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഉദ്ഘാടനത്തിന് സാറിൻ്റെ ഒപ്പം സാറിൻ്റെ കൈപിടിച്ച് ഈ വേദിയിൽ കൊണ്ടുവന്ന് നിർത്തിയ ആളാണ്. അന്ന് ആ പ്രസംഗം വലിയ വിവാദമാവുകയും പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ പ്രധാന വാർത്തയാവുകയൊക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ അതേ വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ സാറ് കൂടെയില്ല. വലിയൊരു മനപ്രയാസം. ശരിക്കും പറഞ്ഞാൽ 25-ാം തീയതി 92-ാം വയസ്സിലൊക്കെ അടുക്കുമ്പോഴാണ് ശരിക്കും സാറ് മരിക്കുന്നത്. 92 എന്ന് പറയുന്നത് മരിക്കാൻ പറ്റിയൊരു പ്രായമൊക്കെ തന്നെയാണ്. പക്ഷേ അത് സാറായതുകൊണ്ട്, എം ടി സാറായതുകൊണ്ട് എവിടേക്ക് ഒരു പിടിവള്ളി നഷ്ടപ്പെട്ട ഒരു പ്രതീതി. ബസ്സിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെ കമ്പിയുടെ മുകളിലൊക്കെ പിടിക്കുമ്പോഴൊരു സുരക്ഷിതത്വമുണ്ട്. അത് പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോഴൊരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മാതൃഭൂമിയിലൊരു 4.5 വർഷത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ മാതൃഭൂമിയിൽ വന്ന് എൻ്റെ ട്രെയിനിങ് പീരീഡ് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് എന്നെ അയക്കുന്നത് എം ടി സാറുള്ള ആഴ്ചപ്പതിപ്പിലേക്കാണ്. ഞാനും സഹദേവേട്ടനും കൂടി ആണ് ആഴ്ചപ്പതിപ്പ് നോക്കുന്നത്. എറണാകുളം ജില്ലയിലെ കണയന്നൂരാണ് എൻ്റെ ഒരു നാട്, ഒരു കുഗ്രാമമാണ്. അവിടുത്തെ ലൈബ്രറിയിലെ ആദ്യം എടുത്ത് വായിച്ച പുസ്തകം മാണിക്കക്കല്ലായിരുന്നു. മാണിക്കക്കല്ല് വായിച്ച് ഇഷ്ടപ്പെട്ട 7-ാം ക്ലാസ്സുകാരനായിട്ടുള്ള ഞാൻ അന്നൊരു കാർഡിൽ അദ്ദേഹത്തിനൊരു കത്ത് എഴുതി അയച്ച് അതിന് മറുപടി കാത്തിരുന്നിട്ടുണ്ട്. മാണിക്കക്കല്ല് വായിച്ച് ഇഷ്ടപ്പെട്ടു, മറുപടി അയക്കുമല്ലോ എന്ന് പറഞ്ഞ് സിത്താര കൊട്ടാരൻ റോഡ് കോഴിക്കോടെന്ന് പറഞ്ഞൊരു 15 പൈസയുടെ കാർഡ് ഇട്ടിട്ട് കാത്തിരുന്ന. സ്കൂളിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എം ടി സാറിന് കത്ത് അയച്ചിട്ടുണ്ട്, മറുപടി വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരുന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞ് 2025 മറുപടി കിട്ടാത്ത ഒന്ന്. പക്ഷേ ആ വായനശാലയിൽ നിന്ന് ഞാൻ വായിച്ച് മലയാള സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് കോഴിക്കോട് എത്തുന്നു മാതൃഭൂമിയിൽ. അങ്ങനെ ഏതോ ഒരു സുഹൃതം എന്ന പോലെ സാറിൻ്റെ കീഴിൽ ജോലി ചെയ്യാനായിട്ട് അവസരം കിട്ടുകയാണ്. സാഹിത്യത്തെക്കുറിച്ചോ സാഹിത്യ പത്രപ്രവർത്തനത്തെക്കുറിച്ചോ കാര്യമായ അറിവൊന്നുമില്ലാതെ നേരിട്ട് എം ടി സാറിനെ കാണുന്നു. ഞാനാണ് ശ്രീകുമാരെന്ന് പറയുന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ സംസാരിക്കാത്ത ഒരാളെന്നുള്ള ഒരു മുൻവിധിയോടുകൂടിയായിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ പിന്നീടുള്ള ഒരു 4.5 വർഷക്കാലം എല്ലാ ദിവസവും സാർ ഞാനിരിക്കുന്ന റൂമിൻ്റെ മുന്നിലൂടെ കടന്നു പോവുകയും എല്ലാ ആഴ്ചയിലും ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായി ഞാനും സഹദേവേട്ടനും കൂടി സാറുമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വലിയ സന്തോഷം. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു സുഹൃതം എന്ന് പറയുന്നത് എം ടി സാർ എന്ന് പറയുന്ന വലിയ മനുഷ്യൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. വലിയൊരു സന്തോഷമുണ്ട്. കാരണം 2 മാറ്ററുകൾ, അദ്ദേഹം എഴുതിയ 2 പ്രസിദ്ധമായിട്ടുള്ള ലേഖനങ്ങൾ ലോകത്താദ്യം വായിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അതിലൊന്ന് രമണീയം ഒരു കാലമാണ്. അതായത് രമണൻ്റെ വാർഷികം വരുന്നു. അപ്പോൾ ഞാൻ സഹദേവേട്ടനോട് ആലോചിച്ചു, ഒരു ലേഖനം വേണം, ആരെഴുതും? അപ്പോൾ ഞാൻ ചോദിച്ചു, എഡിറ്റർ പറഞ്ഞാൽ എഴുതും? ഞങ്ങൾ എഡിറ്ററിനാണ് വിളിക്കുക ആ സമയത്ത്. കാരണം സാറിന് വിളിക്കുന്നതിനേക്കാൾ ഒരു ബഹുമാനം എഡിറ്റർ എന്നുള്ള വാക്കിനുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് ചോദിക്കുന്നു. അപ്പോൾ സാറ് പറയുന്നു, ഞാൻ എഴുതണം, നമുക്ക് ലേഖനം എന്തായാലും കൊടുക്കണം, ഞാൻ തന്നെ എഴുതണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ് എഴുതണം എന്ന് പറയുന്നു. പക്ഷേ ആഴ്ചപ്പതിപ്പ് ചെയ്യേണ്ട ആ ദിവസത്തിൻ്റെ അവസാന ദിവസമായിട്ടും ഈ മാറ്റർ കിട്ടുന്നില്ല. അപ്പോൾ തലേന്ന് ഞാൻ പോയി പറഞ്ഞു, സാർ നാളെ പേജ് ചെയ്യാനുള്ളതാണ്, നമുക്ക് ഈ മാറ്റർ ഒന്ന് കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതിരുന്നു. പിറ്റേന്ന് രാവിലെ 8:30 മണിക്ക് അദ്ദേഹം എത്തുകയാണ്. 10 മണിക്ക് എത്താറുള്ള അദ്ദേഹം 8:30 വന്നിരുന്നിട്ട് മുറിക്കകത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥിരം ബീഡി വലി ഇങ്ങനെ വളരെ പുരോഗമിക്കുന്നുണ്ട്. ഒരു 1:30 മണിയാകുമ്പോൾ എന്നെ അകത്തേക്ക് വിളിച്ചിട്ട് എഴുതിയ കുറേ ലെറ്റർ ഹെഡിൽ നിന്ന് കുറേ പേപ്പറുകൾ കീറി എൻ്റെ കയ്യിലേക്ക് നീട്ടിയിട്ട് പറഞ്ഞു, ശ്രീകുമാരൻ ഒന്ന് വായിച്ച് നോക്കണം, ഒറ്റയടിക്ക് എഴുതിയതാണെന്ന് പറഞ്ഞ് ഞാനത് വാങ്ങുന്നതും തിരിച്ചെൻ്റെ അത് വാങ്ങിയിട്ട് അതിൻ്റെ മേലെ രമണീയം ഒരു കാലം എന്ന് ഹെഡിങ് ഇട്ട് വരുന്ന ഒന്ന്. അങ്ങനെ ആ ഒരു കയ്യെഴുത്ത് പ്രതി ആദ്യമായിട്ട് വായിക്കാൻ കിട്ടിയ ഒരാളാണ്. അതുപോലെ ചൈനയിലൊരു സാഹിത്യ സംവാദത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ട്
വൻകടലിലെ തുഴവള്ളക്കാർ എന്ന് പറഞ്ഞ് 4-5 ലക്കമായി ചെയ്ത ഒരു ഗ്രന്ഥം, ഒരു യാത്രാ വിവരണമുണ്ട്. യാത്രാ വിവരണം എന്ന് പറയാൻ പറ്റില്ല, അത് സാഹിത്യ യാത്രാ വിവരണമാണ്. അതും ആദ്യം വായിച്ച ഒരാളാണ് ഞാൻ. അങ്ങനെ ഈ 4.5 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം എല്ലാ ദിവസവും കാണുകയും സംസാരം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് താല്പര്യമുള്ള വിഷയങ്ങൾ അദ്ദേഹം എപ്പോഴും സംസാരിക്കും, ഇല്ലാത്ത വിഷയങ്ങളിൽ അദ്ദേഹം മൗനം പാലിക്കുകയും ചെയ്യും. അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ സാമർഥ്യം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഈ 4.5 വർഷം മാതൃഭൂമിയിൽ ഉണ്ടാകുന്നു. ഒരു ദിവസം അദ്ദേഹം പെട്ടെന്ന് മാതൃഭൂമിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അതോടുകൂടി എനിക്കും മാതൃഭൂമിയിൽ സാഹിത്യ പത്രപ്രവർത്തനത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു പിന്തുണ നഷ്ടപ്പെട്ട പോലെ തോന്നുകയുണ്ടായത്. അതിനുശേഷവും തിരൂർ തുഞ്ചൻപറമ്പിൽ ഏതാണ്ട് 7 വർഷക്കാലം അദ്ദേഹത്തോടൊപ്പം, മരണം വരെ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് അവിടെ ചെല്ലുകയും അതിൻ്റെ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്തതാണ്. അങ്ങനെ സാറിൻ്റെ കൂടി ഒരു ആവശ്യപ്രകാരം, ആഗ്രഹപ്രകാരം ഒരു ദിവസം എന്നോട് പറയുകയാണ്, ഇങ്ങനെ സാറിൻ്റെ ഒരു ജീവചരിത്ര പുസ്തകം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും 1.5 വർഷക്കാലം ഏതാണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം കോഴിക്കോട് ബാലൻ കെ നായർ റോഡിലുള്ള അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ചെന്നിരിക്കുന്നു. വൈകുന്നേരങ്ങളിലൊക്കെ അദ്ദേഹം സ്വന്തം ഓർമ്മകൾ ഓർത്തെടുത്ത് ഇങ്ങനെ പറയുന്നു. ആദ്യമൊക്കെ വളരെ സ്ലോയിലായിരുന്നു, പലപ്പോഴും വിഷയത്തിലേക്ക് വരാൻ പ്രയാസം വരും. അപ്പോൾ എനിക്ക് തോന്നി സാറിന് താല്പര്യം കുറവായിരിക്കും തോന്നി. പിന്നീട് ഞാൻ ചെന്നിരിക്കുകയും എൻ്റെ പുസ്തകം വിടർത്തി വെക്കുകയും ചെയ്യുമ്പോഴേക്കും ജീവിതത്തിലെ അനുഭവങ്ങൾ ഓരോന്നായിട്ട്, എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച അനുഭവങ്ങൾ ഓരോന്നായിട്ട് അദ്ദേഹം തുറന്ന് പറയുകയും, ചിലപ്പോൾ ഞാൻ ചെല്ലാൻ പറ്റാത്ത സമയങ്ങളിൽ എന്താണ് ശ്രീകുമാരൻ വരാത്തതെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സന്തോഷം തന്നൊന്നാണ്. ആ പുസ്തകം മാതൃഭൂമിയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഏതാണ്ട് 90% ജോലികൾ തീർന്ന ഒരു സമയത്ത് ഏറ്റവും സങ്കടം തന്നുകൊണ്ട് സാറ് എന്നിൽ നിന്നില്ലാതാകുന്നു, നമ്മളിൽ നിന്നില്ലാതാകുന്നു എന്നുള്ളതാണ്. ആ പുസ്തകം പ്രകാശനം ചെയ്ത് പ്രസിദ്ധീകരിച്ച ആദ്യ കോപ്പി സാറിന് കൊടുക്കണമെന്നും സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൽ അത് പ്രകാശനം ചെയ്യണമെന്നൊക്കെയുള്ള വലിയ സ്വപ്നം എൻ്റെ മനസ്സിലുണ്ടായിരുന്നുവെങ്കിലും ഞാൻ വിചാരിക്കുന്നു സാറിന് നൽകാവുന്ന ഏറ്റവും വലിയൊരു ദക്ഷിണയായിട്ട് അത് കരുതുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാന വർഷത്തിലേക്ക് കടക്കുകയാണ്. അത് ഒരു അക്ഷര സുഹൃതമായിട്ട് കാണുന്നു. അത് തന്ന, സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കാത്തുവച്ച കാലത്തിന് മനസ്സുകൊണ്ട് നന്ദി പറയുന്നു. KC സൃഷ്ടികർത്താവായിരുന്നു പ്രധാനമായിട്ടും MT സാറ്. അദ്ദേഹം സൃഷ്ടാവായിരുന്നു. എന്നാൽ അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോൾ മറ്റ് സൃഷ്ടാക്കളെ സൃഷ്ടിച്ച ആൾ കൂടിയാണ്. ഒരുപാട് എഴുത്തുകാരെ കൊണ്ടുവന്ന ആളാണ്. പത്രപ്രവർത്തനത്തിൻ്റെ ഒരു ശാപം എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് ഒരുപാട് ശത്രുക്കളെ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഞാൻ പത്രാധിപരെ നിർവചിക്കുന്നത് എഴുത്തുകാർക്ക് ശത്രുക്കളും വായനക്കാർക്ക് മിത്രങ്ങളും ആയ ആളാണ് പത്രാധിപർ. ധാരാളം എഴുത്തുകാർ ശത്രുക്കളാവും, അനവധി വായനക്കാർ നമ്മുടെ മിത്രങ്ങളുമാവും. അതാണ് പത്രാധിപത്യത്തിനുള്ള ഒരു ഗുണവും ദോഷവും. MTക്കും ധാരാളം അനിഷ്ടക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു അനിഷ്ടക്കാരൻ വളരെ മനഃപൂർവ്വമായിട്ട് എന്ന് തോന്നുന്ന വിധത്തിൽ ഒരു ആരോപണം ഒരുപാട് കാലം കൊണ്ടു നടന്നു. ഈ ഇന്നലെ മിനിയാന്നോ ഫേസ്ബുക്കിൽ വരെ അതിൻ്റെ അലയൊലികൾ അടിക്കുകയും ചെയ്തു. അത് OV വിജയനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. എന്തിനാണ് ഈ മരിച്ചുപോയ ഒരു 2 ആളുകൾ തമ്മിലുള്ള യുദ്ധം ഇങ്ങനെ ആഘോഷിക്കണമെന്ന് എനിക്കറിയില്ല. ഈ OV വിജയന് കഴിയുന്നത്ര തമസ്കരിക്കാൻ MT വാസുദേവൻ നായർ നിരന്തര ശ്രമം നടത്തി പോന്നു എന്നാണ് ആ വാദത്തിൻ്റെ കാതൽ. അപ്പം എനിക്കതൊന്ന് ശരിയാണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യണം, രേഖാമൂലം ചെക്ക് ചെയ്യണം. നമ്മൾ എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല. ഞാൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ ലക്കങ്ങളിൽ ഇതിന് വല്ല തെളിവുണ്ടോ എന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അപ്പോൾ KP നിർമ്മൽകുമാർ എഴുതിയ ഒരു റിവ്യൂ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം വന്ന ഏറെക്കുറെ അതേ സമയത്ത് തന്നെയാണ് MT വാസുദേവൻ നായരുടെ കാലവും വന്നത്. ഈ 2 പുസ്തകവും MT വാസുദേവൻ നായർ ആണ് ഇത് രണ്ടും എടുത്തിട്ട് KP നിർമ്മൽകുമാറിന് നിരൂപണത്തിന് അയക്കുന്നത്. ആ നിരൂപണം KP നിർമ്മൽകുമാർ സത്യസന്ധമായിട്ട് എഴുതി. അദ്ദേഹത്തിൻ്റെ തോന്നൽ, അത് MT ശരിയാണോ തെറ്റാണോ എന്നല്ല. ഖസാക്കിൻ്റെ ഇതിഹാസം എന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തി, പക്ഷേ കാലം എന്തുകൊണ്ടാണ് എന്നറിയുന്നില്ല, എന്നെ ഒട്ടും അസ്വസ്ഥപ്പെടുത്തുന്നില്ലല്ലോ. അങ്ങനെ ഇത് കാലത്തിനെ അനുകൂലിക്കാത്തതും ഈ ഖസാക്കിനെ അനുകൂലിക്കുന്നതുമായ ഒരു നിരൂപണമായിരുന്നു. അത് MT വാസുദേവൻ നായർ അതേപോലെ അച്ചടിച്ചു. മാത്രമല്ല, അങ്ങനെ അച്ചടിച്ചു മാത്രമല്ല, അതിനെ പറ്റിയിട്ട് പിന്നെ ഒരാരോപണത്തിനും സാധ്യതയില്ലല്ലോ. തനിക്ക് എതിരായിട്ടുള്ള ഒരു നിരൂപണം സന്തോഷമായിട്ട് അതിൽ പ്രസിദ്ധീകരിക്കുക എന്നുള്ളത്
ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ പക്ഷപാതങ്ങൾക്കും ഈ ആരോപണങ്ങൾക്കൊക്കെ എന്തർത്ഥമുള്ളത്? ഇങ്ങനെ ചെയ്ത ഒരാളെ പറ്റിയാണ് ഈ ആരോപണം പ്രസരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഖേദകരമായ കാര്യം. അതുകൊണ്ട് ഇത് വസ്തുതാപരമല്ല എന്ന് ഇപ്പോഴെങ്കിലും ആളുകളോട് തുറന്ന് പറയേണ്ട ഒരു ഘട്ടമാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. അല്ല, ഇത് ഒരാളെ ദുഷിക്കാനല്ല, പക്ഷെ ഒരാളെ സാധൂകരിക്കാൻ തന്നെയാണ്. അത് ആ സാധൂകരണമാണ് ഞാൻ ചെയ്തത്. പിന്നെ ഈ മേതിൽ രാധാകൃഷ്ണൻ, ഈ NS മാധവൻ മുതൽക്ക് ഈ സുഭാഷ് ചന്ദ്രൻ വരെയുള്ള എത്രയോ തലമുറകൾ ആയ സ്രഷ്ടാക്കളെ കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞ അപ്പം MT ഞങ്ങളൊരു ഇൻ്റർവ്യൂ നടത്തി. അദ്ദേഹം പറഞ്ഞു അത് ശരിയല്ല, ഞാൻ കൊണ്ടുവന്നു എന്ന് ഒന്നും ഒരാളെ പറ്റി പോലും പറയരുത്, അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതെങ്ങനെയോ എൻ്റെ കയ്യിൽ വന്നു, അത് ഞാൻ പ്രസിദ്ധീകരിച്ചു. അല്ലാതെ ഞാൻ ഒരാളെ കണ്ടെടുത്ത് ഇങ്ങനെ അങ്ങനെ ഒരു എഡിറ്റർക്കും സാധ്യമല്ല. ഞാനവരെ സൃഷ്ടിച്ചിട്ടില്ല, അവരവിടെ ഉണ്ടായിരുന്നു. അവർ ഞാനല്ലെങ്കിൽ വേറൊരാൾ അവർ വരും. ഇപ്പം സക്കറിയ 19ാമത്തെ വയസ്സിലാണ് ഉണ്ണി എന്നുള്ളൊരു കഥ, അജ്ഞാത നാമാവാണ് അയാൾ. ഒരാൾക്കും അറിയില്ല. മൈസൂരിൽ MA കഴിഞ്ഞു അപ്പോൾ എഴുതി അയച്ച കഥയാണ്. ഒരിടത്തും പ്രസിദ്ധീകരിച്ചിട്ടില്ല, ഒരിടത്തും അയാൾ വന്നിട്ടില്ല. ആ 19ാമത്തെ വയസ്സിൽ ഉണ്ണി എന്നുള്ള കഥ MTക്കോ അയച്ചു കൊടുത്തു. അടുത്ത റിപ്പബ്ലിക് പതിപ്പിൽ അത് പ്രധാന കഥയായിട്ട് മലയാളത്തിൻ്റെ പ്രതിനിധി കഥയായിട്ട് കൊടുത്തു. അത് കൊടുത്തു. മറ്റേ അതിൽ ഒരു എന്താ പറയണ്ട സ്വാധീനം ഒന്നുമില്ല. അത് മാത്രമല്ല, അങ്ങനൊരു കഥ പൊട്ടിമുളച്ച് വരുമ്പോൾ അതിനെ കണ്ടെടുക്കാനുള്ള സെൻസിബിലിറ്റിയാണ് ആവശ്യം. അതാണ് ലിറ്റററി എഡിറ്റർക്ക് ആവശ്യമുള്ളത്. ആ ലിറ്റററി എഡിറ്റർ ഇവൻ എന്നേക്കാൾ വലുതാവോ, അങ്ങനെ വലുതാവണ്ട എന്ന് പറഞ്ഞിട്ട് അതിനെ മാറ്റി നിർത്താനുള്ള ഒരു ചെറിയ ആഗ്രഹം വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ പത്രാധിപരാവാൻ യോഗ്യനല്ല. അതാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അപ്പം അങ്ങനെ ഇല്ലാത്ത സാധാരണ മനുഷ്യർക്കൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഈ മറ്റ് പരോത്കർഷത്തിലോ പരനെ പ്രസിദ്ധീകരിക്കുന്നതിലോ ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള അസഹിഷ്ണുതയും MTയുടെ മേറ്റിൽ ആരോപണമായി കൊണ്ടുവരുന്നത് വളരെ തെറ്റാണ്, അന്യായമാണ്, അദ്ദേഹത്തിനോട് കാണിക്കുന്ന നീതികേടാണ്. ഇനിയെങ്കിലും അത് നിർത്തണം എന്നാണ് എനിക്ക് ഈ ആരോപണം പറയുന്ന ആളുകളോട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മൗനത്തിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നെങ്കിലും ഇനിയും ഇവർക്കുള്ള മറുപടിയായിട്ട് പാണന്മാർ എന്തൊക്കെ പാടി നടക്കുന്നുണ്ട് നിങ്ങളുടെ നാട്ടിൽ എന്ന് അദ്ദേഹം സിനിമയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പാടി നടക്കുന്നവരുണ്ടാകുന്നത് അതിന് മുൻകൂട്ടി അറിയാമായിരുന്നു. ശ്രീ KV രാമകൃഷ്ണൻ നേരത്തെ പറഞ്ഞിട്ട് തുടർച്ച തന്നെയാണ്. കവികൾ ധാരാളം അക്കിത്തത്തിൻ്റെ മനയിൽ പോയാണ് MT വാസുദേവൻ നായർ സാറ് ആദ്യകാലത്ത് പുസ്തകങ്ങൾ വായിച്ചിരുന്നെന്ന് പറയുന്നു. അക്കാലത്ത് സമശിഷ്ടരായിട്ടുള്ള ഒരുപാട് വൈലോപ്പിള്ളി മാഷിനെ രൂപപരമായിട്ടും ഭാവപരമായിട്ടും അദ്ദേഹം അനുകരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബീഡിപിടുത്തം മുഖഭാവമൊക്കെ വൈലോപ്പിള്ളി മാഷിൻ്റെ ഒരു ഛായയിലാണ്. അദ്ദേഹം കവിതകളിൽ നിന്ന് ഒരുപാട് സ്വാംശീകരിച്ച് തിരക്കഥകളിലേക്കും ചെറുകഥകളിലേക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ ഋഷ്യശൃംഗൻ എന്ന് പറയുന്ന കവിതയുടെ മറ്റൊരു ആവിഷ്കാരമായിട്ട് നമുക്ക് വൈശാലി കാണാം. കവികളുമായിട്ടുള്ള നിരന്തരമായ ബന്ധമുണ്ടായിരുന്നു. ഹൃദയത്തിൽ നിന്നാകുമ്പോൾ ഗദ്യം പോലും കവിതയാകുന്നുവെന്ന് കാലം എന്ന നോവലിൽ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. ഹൃദയത്തിൽ നിന്നാകുമ്പോൾ ഗദ്യം പോലും കവിതയാകുന്നു. അങ്ങയുടെ കാഴ്ചപ്പാടിൽ MT വായിച്ച് ആസ്വദിച്ച് നിങ്ങളുമായിട്ടൊക്കെ ചർച്ച ചെയ്തിട്ടുള്ള, അദ്ദേഹം ബഹുമാനിച്ചിട്ടുള്ള കവികൾ ആരൊക്കെയായിരുന്നു? ഏതൊക്കെ അദ്ദേഹത്തിൻ്റെ കാവ്യാനുശീലനത്തെ പറ്റി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? MT കവിതയുടെ ഏതെങ്കിലും ഒരു കവിത സെലക്ട് ചെയ്ത് പ്രസിദ്ധീകരിച്ച് എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കൂ, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ എന്നോട് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന കവികൾ, അദ്ദേഹത്തിൻ്റെ പ്രിയങ്കരായ കവികളെ പറ്റി പറയും. MTക്ക് അതിമാത്രം ഇഷ്ടമുണ്ടായിരുന്ന കവി വിഷ്ണു ആയിരുന്നു. വിഷ്ണുനാരായണൻ നമ്പൂതിരി. അതേപോലെ തന്നെ സുഗതയോടും വലിയ ബഹുമാനവും വലിയ ആദരവും വലിയ ഇഷ്ടവുമായിരുന്നു എന്ന് ഞാൻ ധരിച്ചിട്ടുണ്ട്. MT ഒരു എഡിറ്റർ എന്നുള്ള നിലയ്ക്ക് തൻ്റേതായ ഉറച്ച സ്ഥിതപ്രജ്ഞമായ മണ്ണിൽ ഉറപ്പിച്ചു നിൽക്കുകയും സാഹിത്യത്തിൽ എഴുത്തിൽ ഉറപ്പിച്ചു നിൽക്കുകയും തൻ്റെ പിറകെ വരുന്ന പുതിയ തലമുറയ്ക്ക്
തൻ്റെ ചുമലിൽ ചവിട്ടി മുന്നോട്ട് പോകാൻ ഉള്ള സ്വാതന്ത്ര്യവും സഹകരണവും പ്രോത്സാഹനവും അതിനുള്ള കളവും ഒരുക്കി കൊടുത്ത മഹാനായ എഡിറ്ററാണ്. ഒരു പക്ഷേ ഈ മഹത്വമായിരിക്കും MT എന്ന എഡിറ്ററിൽ കാലം നിർണയിക്കുക, വിലയിരുത്തുക എന്ന് ഞാൻ കരുതുന്നു. MTയുടെ കവിതയോടുള്ള കമ്പത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഞാൻ പറയട്ടെ, മലയാളത്തിൽ ഏറ്റവും മനോഹരമായ മഹാകാവ്യം മഞ്ഞാണ്. അതിനപ്പുറത്തൊന്നും പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. MTയുടെ മഞ്ഞാണ് മലയാളത്തിലെ ഈ സമകാലത്ത് വന്നിട്ടുള്ള ഏറ്റവും മനോഹരമായ മഹാകാവ്യം. MTയുടെ ഭാഷ, MTയുടെ ഡിക്ഷൻ, ഇതൊക്കെ വളരെ കാവ്യാത്മകമാണ്. ഒരു പക്ഷേ MT, ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് MT കവിത എഴുതിയിട്ട് ശരിയാവുന്നില്ല പറഞ്ഞിട്ട് മാറി, അത് MT ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ വിചാരിച്ചു മാറിയുന്നതല്ല. MT എഴുതി പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, മഞ്ഞ ഏറ്റവും നല്ല കാവ്യസമാഹാരമാണ്, അല്ലെങ്കിൽ കാവ്യഗ്രന്ഥമാണ്. അതേപോലെ തന്നെ MTയുടെ മറ്റ് ചെറുകഥകളും നോവലുകളും തന്നെ അത്രയും MTയുടെ ഭാഷ അത്രയും മധുരവും കാവ്യാത്മകവുമാണ്. MTയുടെ ഭാഷ ഏതൊരു കവിയും, മലയാളത്തിൽ ഏതൊരു കവിയും കൊതിക്കുന്ന ഭാഷയാണ്, ഡിക്ഷനാണ് MTയുടേത്. അത് MT മലയാള കഥാകൃത്തുക്കളുടെ ഇടയിൽ, MTയുടെ മലയാളത്തിലെ കഥാകാരന്മാരുടെ ഇടയിൽ ഏറ്റവും വലിയ മഹാകവിയാക്കുന്ന ഘടകം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീകുമാർ, നമ്മൾക്ക് ചില ആളുകളെ പറ്റി പതിപ്പുകൾ ഇറക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷാൽ പ്രതികൾ ഇറക്കുമ്പോൾ ഉള്ള ഒരു പരിമിതി, ഇപ്പോൾ MT സാറിനെ പറ്റി, യേശുദാസിനെ പറ്റി, അങ്ങനെ ചിലരെ പറ്റിയൊക്കെ ഇറക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം, ഏതാണ്ട് എല്ലാം അറിയാം. പുതിയതായി എന്തെങ്കിലും ഒരു വിഷയം അദ്ദേഹത്തിനെ ആസ്പദിച്ച്, അദ്ദേഹത്തിന് ഇപ്പോൾ 80-ാം പിറന്നാളാകുമ്പോഴോ 90-ാം പിറന്നാളാകുമ്പോഴോ മരണവേളയിലോ നമ്മൾ ചില ആളുകൾക്കൊക്കെ അറിയാത്തത് എന്തെങ്കിലും പുതിയ ഒരു സംഗതി കൊടുക്കാൻ, പ്രത്യേകിച്ചും പത്രപ്രവർത്തനത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാം പലവട്ടം ആവർത്തിക്കപ്പെട്ടുള്ളതാണ്. ശ്രീകുമാർ, എനിക്ക് ചോദിക്കാനുള്ള, ഇപ്പോൾ അങ്ങ് ജീവചരിത്ര രചനയിലാണെന്ന് അറിയുന്നു. ഇവിടെ ഇരിക്കുന്നവർക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു പക്ഷേ ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ശ്രീകുമാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. അറിയാത്തൊരു MTയുടെ മുഖം വെളിപ്പെടുത്തുന്ന എന്തെങ്കിലും 1-2 ഇൻസിഡൻറ്റ് ഇപ്പോൾ പറയാം. ഒന്നെനിക്ക് പേഴ്സണലായിട്ട് ഒരു അനുഭവം ഉള്ളത്, ഞങ്ങൾ തുഞ്ചൻപറമ്പിൽ തുഞ്ചനുത്സവം നടക്കുകയാണ്. ഈ അടുത്ത 2-3 കൊല്ലം മുമ്പാണ്. അപ്പോൾ അതിൻ്റെ തുടങ്ങാൻ വരുന്ന സമയത്ത് ഈ മൈക്ക് ഓപ്പറേറ്റർ എത്ര ചെയ്തിട്ട് ഈ മൈക്ക് ശരിയാവുന്നില്ല, ശബ്ദം ഇങ്ങനെ വല്ലാതായി. അദ്ദേഹത്തിനാണെങ്കിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, ഇരുന്നിടത്തുനിന്ന് എഴുന്നേക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ 3-ാം തവണയും ഈ ശബ്ദം, പ്രധാനപ്പെട്ട വൈരമുത്തു സംസാരിക്കാൻ എഴുന്നേറ്റപ്പോഴാണ്, പ്രധാനപ്പെട്ട പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് 3-ാം പ്രാവശ്യം ഇത് ശരിയാവാതെ വന്നപ്പോൾ ഈ ശാരീരിക അവശതകളൊക്കെ മറന്നുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് മുണ്ടെടുത്ത് മടക്കി കുത്തി കയ്യും വെടുത്തി നിൽക്കുന്ന ഒരു MTയെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അതൊരു ഭയങ്കര ആത്മാർത്ഥയാണ്. തുഞ്ചൻപറമ്പിൽ തുഞ്ചനുത്സവം നടക്കുന്നു, ഇത്ര കാര്യമായിട്ട് എല്ലാം ഏർപ്പാടാക്കി, പക്ഷേ മൈക്കുകാരൻ പ്രധാനം ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇത് ജീവചരിത്രത്തിൽ എഴുതാനുള്ളതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ കണ്ട അദ്ദേഹത്തിൻ്റെ മറ്റൊരു മുഖമാണ്. പിന്നെ മറ്റൊന്ന് ഞാൻ കണ്ടത്, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ അറിയപ്പെട്ടതും എവിടെയൊക്കെ കേട്ടതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ അദ്ദേഹം മാതൃഭൂമിയിൽ നിന്ന് ആദ്യം പോകുന്ന സമയത്ത് കൊട്ടാരം റോഡിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം ഒരു മെഡിക്കൽ സ്റ്റോർ തുടങ്ങിയ കഥയുണ്ട്. തെക്കേപ്പാട്ട് മെഡിക്കൽസ് എന്ന് പറഞ്ഞ മെഡിക്കൽ സ്റ്റോർ തുടങ്ങി. അവിടെ വൈകുന്നേരം വന്നിരുന്നിട്ട് ഈ കുറിപ്പടികളൊക്കെ നോക്കും, ഏത് മരുന്നാണ് കൂടുതൽ വിറ്റ് പോകുന്നതെന്ന് നോക്കും, ഓരോ ഇതിനുള്ള മരുന്നിൻ്റെ വെറൈറ്റീസൊക്കെ നോക്കും. പക്ഷേ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഏതെങ്കിലും സാധാരണ മെഡിക്കൽ സ്റ്റോറുകാർ ചെയ്യുന്ന പോലെ അടുത്തുള്ള ഡോക്ടർമാരെ ക്യാൻവാസ് ചെയ്യാനൊന്നും പോയില്ല, വേണ്ടവർ വന്ന് വാങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ക്രമേണ അവിടെ സ്വാഭാവികമായിട്ടും സാഹിത്യകാരന്മാർ വരുന്ന സാഹിത്യ ചർച്ചകൾ തുടങ്ങി. ഒരു 3-4 മാസം കൊണ്ടത് പൂട്ടിപ്പോയൊരു കഥയുണ്ട്.
പിന്നെ സാഹസികത ഒരിക്കൽ എന്നോട് തന്നെ പറഞ്ഞതാണ്. ഒരിടത്തൊരു ഇൻ്റർവ്യൂവിലും അദ്ദേഹം മാങ്ങാട് രത്നാകരോടും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സാഹസികത ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഹെമിംഗ്വേ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വീരനായകനായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ സാഹസികതയൊക്കെ മനസ്സിലിങ്ങനെ ആവാഹിച്ച് ഒരു സാഹസികനാവാൻ വെമ്പി നടന്നൊരു കാലം ഉണ്ടായിരുന്നു. മാതൃഭൂമിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മിച്ചം പിടിക്കുന്ന കാശ് കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ സാഹസിക യാത്ര പോവുക എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ കുറച്ചേ നടന്നുള്ളൂ. പിന്നെ ഒരാഗ്രഹം തോന്നിയത് എനിക്കൊരു ജീപ്പ് വാങ്ങണം. സാഹസികരുടെ വാഹനം എന്ന് പറയുന്നത് ജീപ്പാണ്. ഈ ജീപ്പ് വാങ്ങിയിട്ട് ഹെയർപിൻ വളവുകളിലൂടെ സിൽക്ക് റൂട്ട് വരെ പോകണമെന്നായിരുന്നു ആഗ്രഹം. അതുവരെ അത്രേ സാഹസികമായ വഴികളിലൂടെ ഈ ജീപ്പൊക്കെ ഓടിച്ചു പോകുന്നൊരു സാഹസികനാവണം എന്നൊക്കെ കണ്ട് കുറേ കാശെല്ലാം മിച്ചം പിടിച്ച് ഒരു അർമദ സെക്കൻഡ് ഹാൻഡ് ജീപ്പ് വാങ്ങി അതുമായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല. ഡ്രൈവിംഗ് പഠിക്കാൻ അദ്ദേഹം പോയൊരു അനുഭവമുണ്ട്. അദ്ദേഹം ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നു. ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഭയാശങ്കകളോടെയാണ് ഈ സീറ്റിൽ കയറിയിരിക്കുന്നത്. കൂടെ ആളുള്ള ധൈര്യത്തിൽ ഇത് പതുക്കെ ഓടിക്കാൻ പോകുന്നു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു പശു കുത്താൻ വരികയാണ്. പശു കുത്താൻ വന്നതോടുകൂടി ഇദ്ദേഹം ആകപ്പാടെ വിരളി പിടിച്ച് വണ്ടി നിർത്തി ഇറങ്ങിയിട്ടൊരു ഡയലോഗാണ്, യന്ത്രങ്ങളൊന്നും എനിക്ക് വഴങ്ങില്ല, ഈ ഡ്രൈവിംഗ് പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് പഠിച്ചാൽ മാത്രം പോരാ, പശുവിൻ്റെ മനഃശാസ്ത്രം കൂടി അറിയണം എന്ന് പറഞ്ഞൊരു MT ഉണ്ട്. അത് വലിയൊരു രസമുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇതുപോലുള്ള കുറേ MTയുടെ മുഖങ്ങൾ അത് അദ്ദേഹവുമായിട്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇപ്പോൾ സാദരം MT ഉത്സവം എന്നുള്ള പേരിൽ MTയുടെ നവതി ആഘോഷം ഏറ്റവും ആദ്യം നടത്തിയത് തുഞ്ചൻ പറമ്പിലാണ്, തുഞ്ചൻ സ്മാരക ട്രസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സറിഞ്ഞൊരു സംഭവം കൂടിയായിരുന്നു അത്. കാരണം ഞങ്ങളിത് അദ്ദേഹത്തോട് പോയി പറയുകയാണ്, ഞങ്ങളും സെക്രട്ടറിയും ലീലാകൃഷ്ണനൊക്കെ ഉണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹം പറഞ്ഞു, വേണ്ട, അത് ശരിയാവില്ല. എന്താണെന്ന് വെച്ചാൽ പണ്ട് 4 കെട്ട് ഞാൻ പ്രസിഡൻ്റായിരുന്ന സമയത്ത് അക്കാഡമിയിൽ അതിൻ്റെ വാർഷികാഘോഷിച്ചതിൻ്റെ പൊല്ലാപ്പ് തീർന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചെയർമാനായിട്ടുള്ള തുഞ്ചൻ പറമ്പിൽ എൻ്റെ 90-ാം പിറന്നാൾ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും, അത് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നിർബന്ധം കൊണ്ടാണ് സത്യത്തിൽ അദ്ദേഹത്തെ അതിനുവേണ്ടി നിർബന്ധിച്ച് സമ്മതിപ്പിച്ച് ഞങ്ങൾ വളരെ കാര്യമായിട്ട് തന്നെ അത് നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഫ്ലെക്സുകളെല്ലാം, പരിപാടികളുടെ ഫ്ലെക്സുകളെല്ലാം തിരൂർ നഗരത്തിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നു. നമ്മൾ ഓരോ ദിവസവും ഞാൻ ചെന്നിട്ട് വൈകുന്നേരം വന്ന് ഫ്ലാറ്റിൽ ചെന്നിട്ട് സാറിനോട് പറയും, ഇതൊക്കെയാണ് നിങ്ങൾ പരിപാടികൾ, ഇന്നവരൊക്കെ വരുന്നത്, വിനീതൊക്കെ വരുന്നുണ്ട്, സീമ ചേച്ചി വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇത് ഓരോന്ന് കേൾക്കുമ്പോഴും യാതൊരു വികാരവും ഇല്ല, മറുപടിയും ഇല്ല. അത്രയ്ക്കൊക്കെ വേണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്കോടുള്ളത്. അത് കഴിഞ്ഞ് പരിപാടിയുടെ തലേന്ന് ഞങ്ങൾ ഒരുമിച്ച് തിരുവൂരിൽ നിന്ന് കാറിൽ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ എക്കോ സ്പോർട്ട് കാറിൽ പോയി ടൗണിലെത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഇവിടെയൊക്കെ MT സാദരം MT ഉത്സവം എന്നുള്ള ഫ്ലെക്സ് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആകെ അസ്വസ്ഥയായി. എന്നിട്ട് പറയും, ശ്രീകുമാർ ഇത് കൂടുതലായിപ്പോയി, ശ്രീകുമാരാന്ന് തന്നെ വിളിക്കുക, ശ്രീകുമാർ ഇത് ഒരുപാട് കൂടുതലായി എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ആ 5 ദിവസവും അദ്ദേഹം പൂർണ്ണമായും തുഞ്ചൻ പറമ്പിൽ ഉണ്ടാവുകയും ഏറ്റവും നിറഞ്ഞ സദസ്സിൽ 5 ദിവസത്തെയും പരിപാടികൾ മുഴുവൻ കണ്ടിരിക്കുകയും ചെയ്ത അദ്ദേഹം അതിനുശേഷം ഏറ്റവും അവസാന ദിവസം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് കലാപരിപാടികളും സെമിനാറുകളും എല്ലാം കഴിഞ്ഞു. അവിടെ റൂമിൽ ചെന്ന് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കട്ടിലിൻ്റെ അടുത്ത് പോയി നിന്നപ്പോൾ പറഞ്ഞു, ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞങ്ങൾക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, പല പ്രശ്നങ്ങൾ. ഒരു മഴ പെയ്താൽ ഞങ്ങളുടെ കണക്കൂട്ടൽ മുഴുവൻ തെറ്റുമായിരുന്നു. തന്നെ എല്ലാ സെമിനാർ നട്ടുച്ചയ്ക്കൊക്കെ ഓപ്പൺ സ്റ്റേജിലുള്ള സെമിനാറിന് ആളുണ്ടാവുമെന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വളരെ മനോഹരമായിട്ട് നടത്താനായിട്ട് സാധിച്ചു. സാറിൻ്റെ കൂടി ഒരു അനുഗ്രഹം. 5 ദിവസം സാർ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് എൻ്റെ തലയിൽ കൈവച്ച് പറഞ്ഞത്, ശ്രീകുമാരനൊക്കെ ശ്രമിച്ചല്ലോ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അതിനപ്പുറം ഒരു സുഹൃതോ ഒരു അവാർഡോ ബഹുമതിയോ ഒന്നും എനിക്ക് ആവശ്യമില്ല. 12 കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു എന്താ പറയുക, എനിക്കറിയില്ല MT എനിക്ക് ആരായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ ഒരു നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖം ഒരിക്കൽ കൂടി ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നു, അറിയുന്നു ഈ വലിയ സദസ്സിന് മുന്നിൽ വെച്ച്. അദ്ദേഹം മനസ്സുകൊണ്ട് ഇവിടെ എവിടെയോ ഉണ്ടെന്നുള്ള ഒരു തോന്നലും എനിക്കുണ്ട്. പത്രപ്രവർത്തനത്തിലേക്ക് മടങ്ങി വരാം. MT സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരു കൃതി എഴുതിയത് വാങ്ങിച്ചെടുക്കുക വലിയ പ്രയാസമുള്ള കാര്യമാണ്. ശിലാലിഖിതം എഴുതിയതിന് ശേഷം ഏതാണ്ട് 25 വർഷത്തോളം അദ്ദേഹം ചെറുകഥയൊന്നും എഴുതിയിരുന്നില്ല. അപ്പം ഞാൻ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം എനിക്കൊരു കഥ തരാമെന്ന് പറഞ്ഞു. അത് ഒരു ബംഗാളി വൃദ്ധനുമായിട്ട് അദ്ദേഹം റോട്ടിൽ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ കണ്ട ഒരു സ്നേഹബന്ധമാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അയാൾക്ക് ഞാൻ ആരാന്നറിയില്ല, എനിക്കും അയാൾ ആരാന്നറിയില്ല. ഞങ്ങൾ 2 വൃദ്ധരാണ്, 2 ഭാഷകളിലെ 2 80 കഴിഞ്ഞ വൃദ്ധന്മാരാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുമ്പോൾ ചോദിക്കും, സാർ ആ കഥ എന്തായി, തുടങ്ങിയോ? തുടങ്ങി, അത് കുറച്ച് ഡീറ്റെയിൽസ് കൊണ്ട് കിട്ടാനുണ്ട്, എഴുതി തുടങ്ങിയിട്ടില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഒരിക്കലും അത് തരികയുണ്ടായില്ല, ഒരു സ്വപ്നം പോലെ അവശേഷിക്കുകയാണ്. MTയിൽ നിന്ന് കഥ സ്വീകരിക്കാൻ മാതൃഭൂമിയിലുണ്ടായിരുന്നു, പിന്നീട് ഭാഷാഭൂഷണിയിലുണ്ടായിരുന്നു. അങ്ങ് MTയിൽ നിന്ന് എന്തെങ്കിലും രചന വാങ്ങിച്ചെടുക്കുവാൻ ഒരു പത്രാധിപർ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മ പറയാം. എനിക്ക് അതിന് 10 കൊല്ലം തുടർച്ചയായിട്ട് സാധിച്ചു. എല്ലാ കൊല്ലവും MTയിൽ നിന്ന് ഒരു സാധനം വാങ്ങാൻ എന്നുള്ളത്. അന്ന് MT വേറെ ഒന്നിലും എഴുതിയതുമില്ല, അതും അത്ഭുതമാണ്. ഭാഷാഭൂഷണിൻ്റെ വാർഷിക പതിപ്പിലും മലയാള മനോരമ വാർഷിക പതിപ്പിലും. അപ്പോൾ ഞാനൊരു MT കൊണ്ട് ഒരു ആത്മകഥ എഴുതിക്കണം എന്നേ ഉള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ ഒരു ദിവസം പതിവ് പോലെ അവിടെ വീട്ടിൽ ചെന്നു, മിണ്ടാതിരുന്നു, അദ്ദേഹം മിണ്ടാതിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പോരും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒന്നും ആത്മകഥ എഴുതിയാൽ തിരക്കില്ല,
ആത്മകഥയൊക്കെ എൻ്റെ എല്ലാ കഥകളും കൂട്ടി വെച്ചാലായി. ഇനി വേറൊരു ആത്മകഥയൊന്നുമില്ല. ഞാൻ പോകുന്നു. പക്ഷേ ഒരു പത്രാധിപരും ഒരു യാചകനും നിരാശപ്പെടാനുള്ള അവകാശമില്ല. കാരണം വീണ്ടും വീണ്ടും ചെന്ന് നമ്മൾ പോവുക വേണം. അപ്പോൾ ഞാൻ അടുത്ത മാസം വീണ്ടും പോയി. അപ്പോൾ ഇങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചില ഭാഷണങ്ങൾ പ്രേം നസീറിനെ പറ്റി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതങ്ങോട്ട് എഴുതിയാലോ? ഒന്നും മിണ്ടിയില്ല. മൂന്നാമത്തെ മാസവും ഞാൻ ചെന്നു. അപ്പോൾ ആ സാധനം എഴുതുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് കൈ കൊണ്ട് എഴുതാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എഴുതാനുള്ള ഒരു ഇതിൽ വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, NP വിജയേഷുണ്ട്, MTക്ക് അറേഞ്ച് ചെയ്യാം, അയാൾ വന്ന് എഴുതിയെടുത്തോളൂ, എന്നാൽ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് പ്രേം നസീറിനെ പറ്റി ആദ്യത്തെ അധ്യായം 2010 ഞാൻ പ്രസിദ്ധീകരിക്കാൻ പറ്റി. പിന്നെ ശോഭനാ പരമേശ്വരൻ, പിന്നെ ഇതേ പ്രോസസ്സ് എല്ലാ കൊല്ലവും ആവർത്തിക്കുക. പിന്നെ ശോഭനാ പരമേശ്വരൻ നായരെ പറ്റിയിട്ട് അങ്ങനെ സത്യനെ പറ്റി നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 6 ആളുകളെ പറ്റി തുടർച്ചയായിട്ട് എല്ലാ കൊല്ലവും എഴുതി. അതിന് പുറമെ കുമരനെല്ലൂരിലെ കുളങ്ങൾ എന്നൊരു സാധനം എഴുതി. അത് കഴിഞ്ഞു. ഈ 6 ആളുകളെയും പറ്റി എഴുതി 7ാം കൊല്ലം ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി സിനിമാ മേഖലകളിൽ ഞാൻ ആരെ പറ്റിയും എഴുതില്ല, അവരൊക്കെ എന്നെ വേദനിപ്പിച്ചവരാ, അവരെ പറ്റി നല്ലത് പറയാൻ ഇല്ല, അതുകൊണ്ട് ഞാൻ സിനിമ മേഖലകളെ പറ്റി ഒരാളെ പറ്റിയും എഴുതില്ല. അപ്പോൾ ഞാൻ വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, എന്നാൽ ജീവിതത്തിന് മറ്റേ ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ? അതുണ്ട്. അപ്പോൾ എനിക്ക് വളരെ പോസിറ്റീവായി. അതുണ്ട്. കഞ്ഞി, കാശ്, കുപ്പായം, കാമം, ഇങ്ങനെ 4 ഉപശീർഷകങ്ങളോട് കൂടി. കഞ്ഞി, കാശ്, കുപ്പായം, കാമം. കള്ളില്ല, കാമം. പക്ഷെ ആ കാമം അദ്ദേഹം എഴുതിയില്ല. കഞ്ഞി, കാശ്, കുപ്പായം. ആ കഞ്ഞി എന്നുള്ളതൊക്കെ എന്തോ ഒരു ദാരിദ്ര്യത്തിൻ്റെ എന്തോ ഒരു ഗംഭീര ചിത്രമാണത്. ഈ അധ്യാപകൻ ആണ് അതിലത്തെ ക്യാരക്ടർ. അയാൾക്ക് ചട്നി ഇല്ല, ഒരു ദോശയാണ് വാങ്ങുക. അപ്പോൾ 2 അധ്യാപകർ ഈ ദോശ ഒപ്പി തിന്നാനായിട്ട് കുറച്ച് പഞ്ചസാര കൊണ്ടുവന്നുണ്ട്. അതിൽ ഒപ്പിയിട്ട് ഒരു ദോശ രാവിലെ തിന്നും. ഇതാണ് ഉച്ചവരെയുള്ള അവരുടെ ഭക്ഷണം. അത്ര നട്ട ദാരിദ്ര്യത്തിലുള്ള അധ്യാപകർ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും മനോഹരമായ മുത്തശ്ശിമാരുടെ രാത്രി എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായൊരു കഥ പോലെ ഉള്ള അവസാനത്തെ അധ്യായം എഴുതി. 4. കാമം എഴുതിയില്ല. കഞ്ഞി, കാശൊക്കെ എഴുതി, കാമം എഴുതിയില്ല. ഇങ്ങനെ ഒരു ആത്മകഥകൾ 10 എണ്ണം. അത് ചിത്രത്തെരുവുകൾ എന്ന് പറഞ്ഞിട്ട് സിനിമാ ജീവിതം, മുത്തശ്ശിമാരുടെ രാത്രി എന്ന പേരിൽ മറ്റേ സ്വന്തം ജീവിത കഥയും അദ്ദേഹം പുസ്തകമാക്കി. ജീവിതത്തിൽ ഒരു പുസ്തകത്തിനും ആമുഖം എഴുതിയിട്ടില്ല MT. ഒരു പുസ്തകത്തിനും ആമുഖം എഴുതിയിട്ടില്ല. ഒരാമുഖത്തിലും ഒരു നന്ദി പറഞ്ഞിട്ടുമില്ല. അതിൽ എനിക്കൊരു KC നാരായണൻ്റെ ഒരു സ്നേഹപൂർവമായ നിർബന്ധം കൊണ്ട് മാത്രമാണ് ഇത് എഴുതിയത് എന്ന് എനിക്ക് ഇത്രയും ആനന്ദം മുമ്പ് ഒരിക്കലും എൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇങ്ങനെ ഒരാളെ എനിക്ക് MT വാസുദേവൻ നായർ പറയണത് എനിക്ക് നന്ദി പറയാം. എനിക്ക് നന്ദി പറയാം. അത് എനിക്ക് എന്നെ ഇത്രമാത്രം മനസ്സിൽ സ്പർശിച്ച ഒരു സംഗതി ഉണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിനോട് നമോവാകം എന്ന് മാത്രം പറയുന്നു. പത്രപ്രവർത്തനത്തിലെ ഒരു പ്രധാന സന്ദിഗ്ധതയെ പറ്റി പറഞ്ഞാൽ നമുക്കത് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരെന്നുള്ള നിലയ്ക്ക് സ്വന്തം രചനകൾ ഒരിക്കലും ആഴ്ചപ്പതിപ്പിൽ കൊടുത്തിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റ് പ്രസിദ്ധീകരണങ്ങളിലാണ് അദ്ദേഹം ആ സമയത്തെല്ലാം കൊടുത്തിരുന്നത്. എന്നാൽ അദ്ദേഹം ആഴ്ചപ്പതിപ്പിൻ്റെ അടക്കമുള്ള പീരിയോഡിക്കൽസിൻ്റെ ചുമതല പത്രാധിപരായിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടുന്നത്. അത് ഒരു എഴുത്തുകാരന് തടുക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ്. കാരണം ജ്ഞാനപീഠം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു സ്പെഷ്യൽ ലക്കം തന്നെ ഇറക്കേണ്ടതുണ്ട്. അതിൻ്റെ പത്രാധിപർ സന്ദർഭവശാൽ അദ്ദേഹവുമാണ്. അപ്പോൾ ആ സന്ദർഭം അങ്ങേക്ക് ഓർക്കാൻ സാധിക്കും. എങ്ങനെയാണ് MT അതിനെ അതിജീവിച്ചത്? നല്ല ഭംഗിയുള്ള, എൻ്റെ ഓർമ്മയിൽ നല്ല ഒരു ലക്കം സഹദേവേട്ടനും അങ്ങും ചേർന്ന്, സഹദേവേട്ടനെ നമുക്ക് ഓർക്കേണ്ടതുണ്ട് സമയത്ത് സഹദേവേട്ടനും അങ്ങും ചേർന്ന് ഇറക്കുകയുണ്ടായി. ആ സന്ദർഭത്തെ പറ്റി ഒന്ന് പറയാം. MTക്ക് ജ്ഞാനപീഠം കിട്ടുന്നത് 1996 ജനുവരിയിലാണ് അനൗൺസ് ചെയ്യുന്നത്. 95 തന്നെ
ഉപശാലാവൃത്തങ്ങളിലൊരു ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വർഷം എം ടിക്കാണ് 95 എം ടിക്കാണ് ജ്ഞാനപീഠം എന്ന്. ഞങ്ങളന്ന് മാതൃഭൂമിയിൽ ന്യൂസ് വരുന്നതും ഇങ്ങനെ കാത്തിരിക്കുകയാണ്, വളരെ ആകാംക്ഷാപൂർവം. അത്രയും കാര്യം, അത്രയും വിവരം എം ടിക്കുമുണ്ട് എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ അവസാന അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് അനന്തമൂർത്തിക്കായി. അനന്തമൂർത്തിക്കാണ് 95 ജ്ഞാനപീഠം കൊടുത്തത്. എം ടിയുടെ പ്രതികരണം എന്താവും എന്ന് മുഖത്ത് നോക്കിയിട്ട് ഒരു റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി ഇല്ലല്ലോ. ഒന്നും പറയാതെ ഞങ്ങളുടെ ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു ആശാഭംഗം ഉണ്ടല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് എം ടി ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? 2 or 3 ഇനി 1 മാസം കഴിഞ്ഞോ സംശയം, അനന്തമൂർത്തിയെ കോഴിക്കോട്ട് വിളിച്ചു വരുത്തി ടൗൺ ഹാളിൽ ഒരു നിറഞ്ഞ സദസ്സിൽ എം ടി അനന്തമൂർത്തിക്ക് ഒരു സ്വീകരണം നൽകി. അങ്ങനെയാണ് ആ സംഭവത്തോട് എം ടി പ്രതികരിച്ചത്. അത് കഴിഞ്ഞ് 96 ജാനുവരിയിൽ ഇതേപോലെ തന്നെ ജ്ഞാനപീഠത്തിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ സമയം ഏതാണ്ടാവുന്നു. ഞങ്ങളൊക്കെ മാതൃഭൂമിയിൽ ഞങ്ങളൊക്കെ അങ്ങനെ ആകാംക്ഷാപൂർവ്വം ഇരിക്കുകയാണ്, എന്താണ് ന്യൂസ് വരുന്നത്. എം ടിക്ക് ജ്ഞാനപീഠം അനൗൺസ് ചെയ്ത് വരികയും ചെയ്തു. ഞാനന്ന് എം ടി ഒന്ന് ആ വിവരം ന്യൂസ് വന്ന സമയത്തൊന്ന് പോയി കണ്ടേക്കാം വിചാരിച്ച അകത്ത് ചെന്നു. യാതൊരു ഭാവഭേദവുമില്ല, ഒരു ഭാവഭേദവുമില്ലാതെ എം ടി ഇരിക്കുന്നു. രാമകൃഷ്ണൻ ഇരിക്കൂ, വേറെന്തൊക്കെയോ പറഞ്ഞു, ഇറങ്ങിപ്പോരുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവിടെ നിർത്താൻ പറ്റില്ല എന്ന് തോന്നി. ഞാൻ ഉടനെ പോയിട്ട് മാനേജിംഗ് എഡിറ്ററെ കണ്ടു, പി അദ്ദേഹത്തിനെ പോയി കണ്ടു. നമുക്ക് എം ടിക്ക് ജ്ഞാനപീഠം ലഭിച്ചു എന്നത് മാതൃഭൂമിയുടെ അഭിമാനമാണ്. വിശേഷിച്ചും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അഭിമാനിക്കാനുള്ള സന്ദർഭമാണ്. അപ്പോൾ മാതൃഭൂമിയുടെ ഒരു എം ടി അനുസ്മരണ പതിപ്പ്, എം ടി അനുമോദിക്കുന്ന പതിപ്പ് മാതൃഭൂമിയുടേതായിട്ട് പ്രസിദ്ധീകരിക്കണം. ആഴ്ചപ്പതിപ്പിൻ്റെ ആവുമ്പോൾ അതിലൊരു അഭംഗി ഉണ്ടോ എന്ന് പറയാം ആരൊക്കെങ്കിലും. നേരെ മറിച്ച് എം ടി അത് സമ്മതിപ്പിച്ചെടുക്കുക, അങ്ങനെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നതും ക്ലേശകരമാണ്. എം ടി സമ്മതിക്കുന്ന എനിക്ക് വിശ്വാസമില്ല. താൻ തന്നെ പത്രാധിപരായിരിക്കുന്ന സമയത്ത് തന്നെക്കുറിച്ച് ഒരു സ്പെഷ്യൽ പതിപ്പ് ഇറക്കുക എന്ന് പറയുന്നത് എം ടി അത് അനുവദിക്കും, എം ടിക്ക് അതിൻ്റെ സമ്മതിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ശരി, ഞാൻ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ വളരെ അടിവരയിട്ട് പറഞ്ഞ കാര്യം ഇതായിരുന്നു: ആഴ്ചപ്പതിപ്പിൻ്റെ സ്പെഷ്യൽ എഡിഷൻ ആവരുത്, മാതൃഭൂമി ഇറക്കുന്ന ഒരു എം ടി പതിപ്പ്. എന്തോ തിരിഞ്ഞു മറിഞ്ഞ് പിറ്റേ ദിവസം മാനേജിംഗ് എഡിറ്റർ എന്നെ വിളിച്ചു പറഞ്ഞു, രാമകൃഷ്ണൻ അത് നമുക്ക് മറ്റേ എം ടിയെ സമ്മതിപ്പിച്ചെടുക്കൂ പോയിട്ട്, അത് നമുക്കത് ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു എം ടി പതിപ്പ് മതി. ഞാൻ പറഞ്ഞു, ഞാൻ പോയി നോക്കാം. എം ടി ഏതെങ്കിലും രീതിയിൽ വഴങ്ങി കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാം, ഒരു വിഷമവുമില്ല. വിതിൻ നോ ടൈം ചെയ്യാം. ഞാൻ എം ടിയുടെ റൂമിൽ മെല്ലെ കയറി ചെന്ന് ഇരുന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞ് അവസാനം ഇങ്ങനെ ഈ ഒരു പ്രതിസന്ധി പറഞ്ഞു. രാമകൃഷ്ണൻ, അത് നന്നോ, അത് വേണോ, അതിലൊരു ഭംഗി വൃത്തികേടില്ലേ? ഞാൻ പറഞ്ഞു എം ടി എല്ലാ പീരിയോഡിക്കൽസിൻ്റെയും എഡിറ്ററാണ്.
വീക്കിലിട്ട ചുമതല എനിക്കാണ്. MT സമ്മതിക്കണം. ഇത് നമുക്ക് ഈ ഒരു സന്ദർഭം മാതൃഭൂമി അറിഞ്ഞില്ല എന്ന് മാതൃഭൂമി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് കടന്നു പോകുന്നത് മാതൃഭൂമിക്ക് മോശമാണ്, വീക്കിലിക്ക് മോശമാണ്, നമുക്കൊക്കെ മോശമാണ്. അതുകൊണ്ട് MT സമ്മതിച്ചേ തീരൂ. രാമകൃഷ്ണൻ എന്താ വേണ്ടത് ചെയ്തോളൂ, എന്താ വേണ്ടത് ചെയ്തോളൂ, എന്താ വേണ്ടത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു സമ്മതം തോന്നുന്നു. അടുത്ത വെറും 10 ദിവസത്തിൻ്റെ അകത്ത് MT പതിപ്പ് മറ്റേ രാവും പകലും രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ പോയിട്ടുണ്ട്. ആ ഒരു 10 ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഒരു MT പതിപ്പ്, MT സ്പെഷ്യൽ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറയട്ടെ, ഒരു വശം കൂടെ പറയട്ടെ, ഒരു പക്ഷേ എവിടെയും റെക്കോർഡ് ചെയ്ത് പോവാത്ത ഒരു വശം. അന്ന് അപെക്സ് മീറ്റിംഗ് കൂടിയിട്ട് രാമകൃഷ്ണൻ കോപ്പിയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ചോദിച്ചു. ഒരു കാര്യം ചെയ്തോളൂ, നമ്മൾ സാധാരണ അടിക്കുന്നതിൽ ഒരു 25% എങ്കിലും 25% കൂടുതൽ അടിച്ചോളൂ, യാതൊരു സംശയമില്ല, ചിലവാകും, ബാക്കി കിടക്കില്ല. 25 ആയാൽ പോവോ, സംശയിക്കേണ്ട, ചെയ്തോളൂ പറഞ്ഞു. ഒരുപാട് MT പതിപ്പിലേക്ക് കുറേ പരസ്യങ്ങളും ശേഖരിക്കുകയുണ്ടായി. അങ്ങനെ MT പതിപ്പ് പ്രസിദ്ധീകരിച്ചിട്ട് പുറത്ത് വന്നിട്ട് ആ ചൊവ്വാഴ്ച, അന്ന് സാധാരണ ചൊവ്വാഴ്ചയാണ് പുറത്ത് വരികയെന്നാണ്, ചൊവ്വാഴ്ചയാണ് മാർക്കറ്റിലെത്തുന്നത്. ചൊവ്വാഴ്ച മാർക്കറ്റിലെത്തിയിട്ട് ബുധൻ വ്യാഴം വെള്ളി 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഓരോ ഏജൻസിയുടെ ഭാഗത്തു നിന്നും 25 കോപ്പി കൂടുതൽ വേണം, ഉടനെ എന്ന് പറഞ്ഞിട്ട് നിരവധി ഏജൻസീസിൽ നിന്ന് കത്ത് വന്നു. രണ്ടാമത് അടിക്കണ്ട എന്നായിരുന്നു തീരുമാനം. രണ്ടാമത് അടിച്ചില്ല. അന്ന് ഇതിനെക്കുറിച്ച്, ഈ MT പതിപ്പിനെക്കുറിച്ച്, MT പതിപ്പ് പുറത്ത് വന്ന സമയത്ത് കോവിലിൻ്റെ ഒരു കത്തുണ്ട്, കോവിലിൻ്റെ ഒരു കാർഡ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അതേപോലെ വേറെയും ചില സുഹൃത്തുക്കളൊക്കെ എഴുതി, കോപ്പി എവിടെയും കിട്ടാനില്ല, നമുക്ക് ഒരു കുറച്ചെങ്കിലും കോപ്പി കൂടുതൽ രണ്ടാമത് അടിക്കുന്നത്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരാഴ്ച സാധാരണ അടിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് കോപ്പീസിൽ നിന്ന് 25% കൂടുതൽ അടിച്ചിട്ട് പോരാതെ വരികയും രണ്ടാമത് അടിക്കണം എന്ന് ഡിമാൻഡ് വരികയും ചെയ്തു എന്ന് പറയുന്നത് MT എന്ന വലിയ വെളിച്ചത്തിൻ്റെ പ്രസരണം തന്നെയാണ്, അതിൻ്റെ വെളിച്ചം തന്നെയാണ്. അടിച്ചിട്ടില്ല, രണ്ടാമത് ഒരിക്കലില്ല, പക്ഷേ അത് വന്നു എന്നുള്ളതാണ്. ഹലോ, ഈ വിഷയത്തിൽ ഒരു അനുബന്ധം ഒരുപക്ഷെ ശ്രീകുമാറിന് പറയാനുണ്ടാവും. MT വാസുദേവൻ നായർ മലയാളത്തിൻ്റെ സാംസ്കാരിക ക്ഷേത്രത്തിൻ്റെ മുഖ്യ ദേവനായി ഇരിക്കുന്ന സമയത്ത് അവിടെ സഹദേവനായി ഇരുന്ന ആളാണ് സഹദേവൻ. നമുക്ക് ഗോവിന്ദനുണ്ണിച്ചേരനെ പറ്റി ഓർക്കാറുണ്ട്, സഹദേവനെ പറ്റി ഓർക്കാറുണ്ട്, അങ്ങനെ കുറച്ച് അധികം പേര് അദ്ദേഹത്തെ സഹായിച്ചവരുണ്ട്. ഗോപി പഴയന്നൂർ ഉണ്ടായിരുന്നു, ആദ്യം ഉണ്ടായിരുന്നു ഗോപി പഴയന്നൂർ, ഗോവിന്ദനുണ്ണി. സഹദേവേട്ടനെ പറ്റി ഓർക്കും. ഈ MT പതിപ്പ് ഇറക്കുവാൻ വേണ്ടിയിട്ട് സഹദേവേട്ടൻ്റെ ഒരു ശ്രമം ഉണ്ടായതായിട്ടും ഞാൻ വിചാരിക്കുന്നു. ഇതിലിപ്പോൾ മാഷ് പറഞ്ഞ ഒരു കാര്യം ഞാൻ വേറെ രീതിയിലാണ്. കാരണം ഞാൻ മാതൃഭൂമിയിൽ വരുന്ന കൊല്ലമാണ്, ട്രെയിനിയാണ്. ഞാൻ വൈകുന്നേരം ഡെസ്കിലേക്ക് ഡ്യൂട്ടിക്ക് വരുമ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഡ്യൂട്ടിക്ക് എത്തുമ്പോൾ V രാജഗോപാലൻ എക്സിക്യൂട്ടീവ് എടുത്തിട്ടാണ്. അദ്ദേഹം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും തയ്യാറായിട്ടിരുന്നോളൂ, ഇപ്പോൾ MTക്ക് ജ്ഞാനപീഠം പ്രഖ്യാപിക്കാൻ പോവാണ്, ഗംഭീര പേജാക്കണം, നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര ആഹ്ലാദമാണ്. ഞാൻ MT അതുവരെ കണ്ടിട്ടില്ല, പക്ഷേ MT മുകളിലുണ്ട്, അതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരക്കിട്ടിട്ട് ഇതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ, എനിക്ക് കിട്ടിയ ഒരു അവാർഡിൻ്റെ ഒരു ആഹ്ലാദം ഞങ്ങളുടെ അവിടെ ഉള്ള എല്ലാവർക്കും ഉണ്ട്. അതിങ്ങനെ അതിൻ്റെ എങ്ങനെയൊക്കെ ചെയ്യണം, ഏതൊക്കെ പേജ്, അന്ന് പേജൊക്കെ വളരെ പ്രാകൃതമായ രീതിയിലാണ്, പേജൊക്കെ പല രീതിയിൽ പേസ്റ്റപ്പ് രീതിയിലൊക്കെ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങളൊക്കെ കൂട്ടുന്നു, ഫോട്ടോകളൊക്കെ പഴയ കളർ ഫോട്ടോ ഒന്നും കൊടുക്കാൻ പെട്ടെന്ന് പറ്റില്ല, ഈ ഫോട്ടോകളൊക്കെ എടുക്കുന്നു. അങ്ങനെ ആ ഒരു ആവേശ തള്ളിച്ചയിൽ നിൽക്കുമ്പോഴാണ് അന്ന് ദൂരദർശൻ മാത്രമുള്ളത്. ദൂരദർശനിൽ കാണുന്നു
ജ്ഞാനപീഠം അനന്തമൂർത്തിക്കാണെന്നുള്ളത്. ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ മരിച്ച വീടിൻ്റെ ഒരു മൂകതയാണ്. അനന്തമൂർത്തിയോടുള്ള നമ്മളോടുള്ള വെറുപ്പോ ദേഷ്യമൊന്നുമല്ല, പക്ഷേ എം ടിക്ക് അത് കൈവിട്ട് പോയി എന്നുള്ളത്. അപ്പോൾ ഉടനെ തന്നെ രാജഗോപാലിൻ്റെ ഒരു സമാശ്വാസ വാചകം ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് അടുത്ത കൊല്ലം കിട്ടുന്നേ എന്ന് പറഞ്ഞതോടുകൂടി ഞങ്ങൾ കുറച്ചൊക്കെ ഒരു സമാശ്വാസം ഇതാവുന്നു. അങ്ങനെ അനന്തമൂർത്തിയുടെ ഇത് വെച്ചിട്ട് പേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ചെല്ലുന്നു. ഞങ്ങളുടെ ന്യൂസ് ഹെഡ് രാധാകൃഷ്ണൻ നമ്പിയാണ്. രാധാകൃഷ്ണൻ വിളിച്ചു പറയുന്നു, നിന്നെ ഇനി ഞങ്ങൾക്ക് വേണ്ട, ഇനി ആഴ്ചപ്പപ്പിലേക്ക് പൊക്കോ എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് സഹദേവേട്ടനായിട്ടുള്ള എനിക്ക് കൂടുതൽ പരിചയം വരുന്നത്. എനിക്ക് തോന്നുന്നു സാഹിത്യ പത്രപ്രവർത്തനത്തിലൊക്കെ എനിക്കൊരു വലിയ വഴികാട്ടിയായ ആളായിരുന്നു സഹദേവേട്ടൻ. ഈ അവാർഡ് കിട്ടിയ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എം ടിയെ കാണണം. ഞാൻ എം ടിയെ കണ്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കത്തെഴുതുകയൊക്കെ ചെയ്തതല്ലാതെ എം ടിയെ ഞാൻ കണ്ടിട്ടില്ല. കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വലിയ തിരക്കാണ്. അദ്ദേഹം ഊണ് കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കാൻ ഭാവിക്കുകയാണ്. അപ്പോൾ ആ സമയത്തേക്ക് സഹദേവേട്ടൻ ഇടിച്ചു കയറി ചെല്ലുന്നു. ഞാൻ തൊട്ട് പുറകെ ആ വാതിലിൻ്റെ അവിടെ വരെ എത്തുന്നു. എന്നിട്ട് പറഞ്ഞു, ഇപ്പം തന്നെ നമുക്ക് പത്രത്തിലേക്ക് ഒരു ചെറിയ അഭിമുഖം വേണം എന്ന് പറഞ്ഞിട്ട് അത് സംസാരിക്കാൻ വേണ്ടി. അതിൻ്റെ ഹെഡിങ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഉച്ചമയക്കത്തിൽ നിന്ന് അവാർഡിൻ്റെ സന്തോഷത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ഹെഡിങ്ങിലാണ് സഹദേവേട്ടൻ അത് ചെയ്യുന്നത്. സഹദേവേട്ടൻ എൻ്റെ കൂടെ ആഴ്ചപ്പതിപ്പിൽ മുഴുവൻ സമയം ഉണ്ടായിരുന്നതാണ്. ആ ഒരു മാതൃഭൂമിയുടെ മാസ്റ്റർ ഹെഡായിട്ട് ഒരു 8 കോളമായിട്ട് മുകളിൽ കൊടുത്ത അവാർഡ് വാർത്തയ്ക്ക് മുകളിൽ കൊടുത്ത ആ ഒരു ഒന്നാന്തരം ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ എം ടിക്ക് കിട്ടിയ അവാർഡ് ലബ്ധിയെ അർഹിക്കുന്ന രീതിയിൽ മാതൃഭൂമി അവതരിപ്പിക്കുന്ന ഒന്നായി. അത് ഇപ്പോഴും ഞാനൊരു നിധി പോലെ ആ ഒരു ഭാഗം എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. സഹദേവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അദ്ദേഹം ഇതുപോലെ എം ടിയെ പോലെ നമ്മുടെ കൂടെ ഇല്ലാത്ത ഒരാളാണ്. ആ ഒരു വേദനയും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചതിലെ സന്തോഷവും കൂടി ഈ അവസരത്തിൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. സന്ധ്യ രാത്രിയിലേക്ക് പ്രവേശിക്കുന്നു. എം ടിയുടെ സിനിമകളിലെ ഗാനങ്ങൾ കോർത്തിണക്കിയിട്ടുള്ള സംഗീത പരിപാടിക്ക് സമയമായി. അതിനുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എത്ര രാത്രികൾ പറഞ്ഞാലും തീരാത്ത സംഗതിയാണ് എം ടി വാസുദേവൻ നായർ എന്ന വിസ്മയം. കഥാധികനായിട്ടും നോവലിസ്റ്റായിട്ടും പത്രപ്രവർത്തകനായിട്ടും തിരക്കഥാകൃത്തായിട്ടും പത്രാധിപരുമായിട്ടും ഒക്കെ അതിൽ നമുക്കിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുന്നു. ഇതിന് പങ്കെടുക്കാൻ വന്ന ഈ 3 പേർക്കും മാതൃഭൂമിക്ക് വേണ്ടി നന്ദി പറയുന്നു. സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു.